അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മുർ റബ്ബ് സുബ്ഹാനഹു വതആല നാം ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന അമലാക്കി നമുക്ക് അല്ലാഹു ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. ഇരു വീട്ടിലെയും ആഫത്ത് മുസീബത്തിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണത്തിൻ്റെ എന്താണ് മരണം? 5 കാര്യങ്ങൾ ഈ മനുഷ്യനുണ്ടെങ്കിൽ അവൻ ഏറ്റവും അഫ്ളലായൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞല്ലോ. 5-ാമത്തെ കാര്യം ഇസ്തിഅദാദു ലിൽ മൗത്ത് എന്നാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറൂ ദിക്റ ഹസ്മിൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളെയും, എല്ലാ ആസ്വാദനങ്ങളെയും, എല്ലാ ആഹ്ലാദങ്ങളെയും മുറിച്ചു കളയുന്ന, സന്തോഷത്തിൻ്റെ ആ ഒരു തിമിർപ്പിൽ നമ്മുടെ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഉടപ്പറപ്പുകളും കുടുംബങ്ങളും പുതിയാപ്പിളയും പുതിയണ്ണും മക്കളും എല്ലാം ഒരുമിച്ച് കൂടി, എല്ലാ വിഭവങ്ങളും ഒരുമിച്ച് കൂട്ടി, നല്ല ഭക്ഷണം കഴിച്ച് നല്ല ബെഡ്റൂമുകളും എല്ലാവിധ സൗകര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയ ഒരു മനുഷ്യൻ, ഒരു കുടുംബം, അതിൽ നിന്ന് ഒരെണ്ണം ഏത് സമയത്താണ് ആ തെങ്ങിൽ നിന്ന് അതിൻ്റേതായ മുച്ചിങ്ങയാവട്ടെ, ഇളനീരാവട്ടെ, തേങ്ങയാവട്ടെ, ഉണങ്ങിയതാവട്ടെ, ഉണങ്ങാത്തതാവട്ടെ, ഏത് സമയത്താണ് ആ തെങ്ങിൽ നിന്നത് കൊഴിഞ്ഞു വീഴുക എന്ന് പറയാൻ കഴിയില്ലാത്തതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആഹ്ലാദിച്ച് ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, സന്താനങ്ങളുണ്ട്, പേരമക്കളുണ്ട്, മരുമക്കളുണ്ട്. നല്ല ആഹ്ലാദം, ഒന്നിനും ഒരു കുറവില്ല, നല്ല വരുമാനം, നല്ല വിലപിടിപ്പുള്ള നല്ല വാഹനങ്ങൾ, നല്ല ഭവനം. ഇതിനിടയിൽ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ്റെ റൂഹിനെ അള്ളാഹു പിടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മൾ ആ ചിരികളെല്ലാം നഷ്ടപ്പെട്ടുവല്ലേ, എല്ലാ ആഹ്ലാദങ്ങളും നഷ്ടപ്പെട്ടുവല്ലേ, എല്ലാവിധ സന്തോഷവും ആ സെക്കൻഡ് മുതൽ നമുക്ക് എല്ലാവരും പൊട്ടിച്ചിരിച്ചിരുന്ന സമയത്ത് അതാ പൊട്ടിക്കരയുന്നു. അല്ലാഹ് എൻ്റെ ബാപ്പ, അല്ലാഹ് എൻ്റെ ഉമ്മ, അല്ലാഹ് എൻ്റെ പൊന്നോമന മോൻ, പടച്ചോനെ റബ്ബേ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന രംഗമല്ലേ. എല്ലാ രസത്തെയും മുറിച്ചു കളയുന്ന മരണത്തിനെ നീ ഇടക്കിടക്ക് അതിനെ ഓർക്കലിനെ നീ അധികരിപ്പിച്ച മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അത് നമ്മൾ ഓർക്കന്നെ വേണം. വല്ലാതെ ആഹ്ലാദത്തിൽ കിടന്ന് നമ്മൾ വല്ലാതെ ഓവറാവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. മനസ്സിലായ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരൊറ്റ വാക്ക് മതി. അത് കലാമുൻ മൂജിസുൻ അക്സിറു ദിക്റ ഹാസിമിൽ ലദ്ദാത്ത്. അത് കലാമുൻ മൂജസുൻ മുഖ്തസറുൻ ലാകിൻ ജുമിഅ ഫീഹി ജമീഉൽ മവാഇദ്. എല്ലാ ഉപദേശങ്ങളും അടങ്ങിയ ഒരു വലിയ, എല്ലാ കാര്യത്തിനെയും ഉൾപ്പെടുത്തിയ ഒരു ചുരുങ്ങിയ എന്നാൽ വളരെ വ്യാപ്തിയുള്ള ഒരാശയമാകുന്നത്. ഫഇന്ന മൻ ദക്കറൽ മൗത ഹഖീഖതൻ യനാസു അലൈഹി ലദ്ദത്തുഹുൽ ഹാദിറ വയംനഉഹു മൻ തമന്നിഹാ ഫിൽ മുസ്തഖ്ബിലി വയസ്ഹിദുഹു ഫീമാ യുഅമ്മിലുഹു മിൻഹാ. മരണത്തെ ഓർക്കുന്ന ഒരാൾ എല്ലാവിധ രസങ്ങളെയും അത് ആസ്വദിക്കുന്ന സമയത്ത് ചെറിയൊരു ഭയം വരും അവർക്ക്. മാത്രവുമല്ല, ഭാവിയിൽ അങ്ങനെയുള്ള ദുന്യവിയായ ആഗ്രഹങ്ങളെയും മറ്റു വലിയ മേലെണ്ണം കുതിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ ഭാവിയിൽ അങ്ങനെ തൊട്ടൊക്കെ തടയാനും എന്തിനതെല്ലാം വരച്ചു കൂട്ടുന്നു. എവിടെ ഒരു സെക്കൻഡ് പോലെ നമുക്ക് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ വലിയ മേലെണ്ണം കുതികളെ തൊട്ടൊക്കെ അവനെ തടയാൻ ആ ഒരു ചിന്ത കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിനോടുകൂടെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും, എല്ലാ ശരീരവും, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും. അതൊരു യാഥാർത്ഥ്യമായ സംഗതിയാണ്. ഒരാൾക്കും ലോകത്ത് അഭിപ്രായമില്ലാത്തൊരു കാര്യമാണ് എല്ലാവരും മരിച്ചു പോകും എന്നുള്ളത്. എല്ലാവരും ഒരു പരിധി വരെ ലോകത്തുണ്ടാവുകയുള്ളൂ. മനസ്സിലായ? അതിന് ഡേറ്റും അതിന് സമയവും ഒന്നുമില്ല. മഹാന്മാരായ ആളുകൾ പറയുന്നു, ഇന്നൽ ഉമ്മത്ത ഖദ് ഇജ്തമഅത് അലാ അന്നൽ മൗത ലൈസ ലഹു സിന്നും മഅലൂമുൻ. മരണത്തിനിക്ക്
ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു സമയം, ഒരു വയസ്സില്ല. ഇത്രാം വയസ്സിലേ അവൻ മരിക്കൂ എന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി ബൈന സിത്തീന വ സബ്ഈൻ, എൻ്റെ ഉമ്മത്തുകൾ 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ മിക്കവാറും അവരുടെ ഡേറ്റ് അതിൻ്റെ ഇടയിലാണ് ആവുക എന്നുള്ള. അതിൻ്റെ ഇടയിൽ അതിൻ്റെ എത്ര മുമ്പുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി അതിൻ്റെ ശേഷം എത്ര ജീവിക്കുന്നവരുണ്ട്? പക്ഷേ ഇതൊന്നും അവരെ പാഠം ഉൾക്കൊന്നില്ല. അതിൻ്റെ ഇരട്ടി ജീവിച്ച മഹാന്മാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആൾ സൽമാനുൽ ഫാരിസിയാണെന്ന് പറയപ്പെടുന്നു. 200 വയസ്സോളം അദ്ദേഹം ജീവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നതുപോലെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഉത്തമ സഹചാരിയാണ്. 150ഓളം വയസ്സ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കൈ കൊണ്ട് അവരുടെ തല തടവി. റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസിന്റെ വാപ്പ മരണപ്പെട്ടപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു. അങ്ങനെ ബാപ്പയുടെ അവിടെ ഉമ്മ തറവാട്ടിൽ തന്നെ മകനെ നിർത്തണോ, അതല്ല വാപ്പയുടെ കെട്ടിച്ച വീട്ടിലേക്ക് കൊണ്ടുപോകണോ എന്നതിനെ കുറിച്ച് ഒരു ചർച്ച വന്നപ്പോൾ വേണ്ട, നമ്മുടെ ഹബീബിന്റെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹിന്റെ ഖാദിമായിട്ട് നമ്മുടെ മോനെ നമുക്കാക്കാം എന്ന് തീരുമാനിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അനസ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി, നബിയെ, ഇത് നിങ്ങൾക്കുള്ള മോനാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾ ഈ മകനെ ഇവിടെ നിർത്തുന്നു. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനസ് റളിയല്ലാഹു അൻഹു സേവനം ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി അവിടെ നിർത്തിക്കൊടുത്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് എന്ന പൊന്നുമോന്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ പൊന്നുമോനെ നീ ദുനിയാവും സമ്പത്തും സന്താനങ്ങളും നീ ബറക്കത്ത് ചെയ്ത് അധികരിപ്പിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു. മദീനയിൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു 150 വർഷം ജീവിച്ചു. അനസ് വിഷയം മാറിപ്പോകുന്നുണ്ട് എനിക്കറിയാം, അതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറയുന്നു എന്ന് മാത്രം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ 150 വർഷം ജീവിച്ച് മരണപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ തൃക്കൈ കൊണ്ട് സ്പർശനമേറ്റ ആ തലയിലെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ലായിരുന്നു. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ വലിയ ഈത്തപ്പനത്തോട്ടമുണ്ടായിരുന്നു. എല്ലാവർക്കും അനവധി ആളുകൾക്കുണ്ടായിട്ടുണ്ടെങ്കിലും അനസ് റളിയല്ലാഹു അൻഹു എല്ലാവരുടെയും തോട്ടത്തിൽ വർഷത്തിൽ ഒരിക്കലാണ് ഈത്തപ്പഴം കായ്ക്കുക എങ്കിൽ അനസ് റളിയല്ലാഹു അൻഹു വരെ തോട്ടത്തിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ആ ഈത്തപ്പന കായ്ക്കുമായിരുന്നു. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര ശിഷ്യനിക്ക് ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിന് 110 മക്കൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ ആണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മരണത്തിനിക്ക് ഒരു നിശ്ചിതമായ വയസ്സില്ല. വലാ സമനുൻ മഅലൂമുൻ, ഒരു നിശ്ചയിക്കപ്പെട്ട കാലഘട്ടത്തിന് ഇന്ന കാലഘട്ടത്തിൽ എല്ലാവരും മരിക്കുന്നു അങ്ങനെയൊന്നുമില്ല. വലാ മറന്നുൻ മഅലൂമുൻ, ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു രോഗമില്ല, ഇന്ന രോഗം വന്നാൽ മരിക്കുമെന്ന് അങ്ങനെയില്ല. കൊറോണ ഉണ്ടായിട്ട് കുറെ ആളുകൾ മരിച്ചു, കുറെ ആളുകൾ മരിച്ചില്ല. അങ്ങനെ ഒരു നിശ്ചയിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ നിശ്ചയിച്ച സമയമോ ഒരു രോഗമോ ഒന്നും തന്നെ ഇല്ലാതെ ഏത് സമയത്തും പിടിപെടാവുന്ന ഒരു കാര്യമാക്കാനുള്ള കാരണം മനുഷ്യൻ അതിന് വേണ്ടി സദാസമയം തയ്യാറെടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായ? ഇത് സമയത്തും ആവാം, വലിയ ആനന്ദങ്ങൾക്കിടയിലാവാം. നമ്മുടെ മകളുടെ കല്യാണം അല്ലെങ്കിൽ മകൻ്റെ വലിയ ആർഭാട കല്യാണം, അതിലെ വല്ലാത്ത ആർഭാടത്തിൽ തിമിർത്ത് കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ആ നിക്കാഹിന് കൈ കൊടുക്കാൻ നേരത്താവാം. ഏത് സമയത്തും വരണം അള്ളാഹുവേ. അപ്പോൾ അള്ളാഹ് എന്നുള്ള ചിന്ത, അള്ളാഹു ഏത് സമയത്തും എന്നെ കൊക്കട്ട് വലിക്കുമെന്നൊരു ചിന്ത മുസൽമാനായ മനുഷ്യനിക്ക് നിർബന്ധമാണ്. മരണസ്മരണ വളരെ നിർബന്ധമാണ്. അത് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ചോട്ടെ. അവർ മരണത്തിന് എങ്ങനെ ഓർത്ത് ദിക്റ് ചൊല്ലിക്കല്ല, ഓര് പഠിക്കുന്ന സമയത്ത് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു സ്വഹാബിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അതാ
ആ മനുഷ്യൻ 1 മണിക്കൂർ കൊണ്ട് മരിക്കും കേട്ടോ. 1 മണിക്കൂറേ അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ താമസിക്കാനുള്ള, ജീവിക്കാനുള്ള സമയമുള്ളൂ. അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഹബീബേ, നിങ്ങൾക്ക് 1 മണിക്കൂറേ താമസമുള്ളൂ എന്ന് പറഞ്ഞു. നബിയെ, ഞാൻ എന്ത് ചെയ്യണം? ഈ 1 മണിക്കൂറിൻ്റെ ഇടയിൽ ഞാൻ എന്ത് അമലാ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൽമു പഠിക്കുക. ആ ഒരു ഇൽമു പഠിച്ചിട്ട് നാളേക്ക് എന്താ, 1 മണിക്കൂറിന് ശേഷം എന്താ എന്നുള്ളതല്ല, പഠിക്കുക. അള്ളാഹുവിൻ്റെ ഇൽമു പഠിക്കുക. അത് വല്ലാത്ത ഇബാദത്താണ്. 1 സെക്കൻഡും ഒഴിവാക്കാതെ പഠനത്തിൽ ഏർപ്പെടുക. വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും, തൊട്ടിൽ മുതൽ ചുടല വരെ മനുഷ്യൻ മുതാലിമാണ്, വിദ്യാർത്ഥിയാണ്. പഠിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടുന്ന നല്ല കാര്യങ്ങളെല്ലാം, ദീനി ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് പഠിക്കുക. മനസ്സിലായ? അപ്പോൾ മരണത്തിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ മുതാലിമികൾ പഠിക്കേണ്ടുന്ന സമയത്ത് അതന്നെ തൂക്കുന്നു. ആ പഠിക്കേണ്ട സമയത്ത് പഠിക്കാനാണ് ഉത്തമം. അല്ലാത്തവർ ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും മരണത്തിന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാന്നല്ല, കാര്യങ്ങൾക്ക് ഏർപ്പെടണം. പക്ഷേ വല്ലാതെ ആഹ്ലാദം വരുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക, ഏത് സമയത്തും നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ റൂഹ് പിടിക്കപ്പെടാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഈമാനോട് ഇവിടെ മൗത്താക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.